ഹായ്, എൻ്റെ പേര് അലീന. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത്. ന്യൂ ഹെവൻ അക്കാദമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്നുണ്ടായത്. പിന്നെ സാറ് ഭയങ്കര കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അടിപൊളിയാണ്. ഇവിടെ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയ. അതായത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് മെറ്റീരിയൽ കൊടുത്ത് അവരുടെ അടുത്ത് ചെയ്യാനാണ്, പേഴ്സണലി അവരുടെ അടുത്ത് ചെയ്യാനാണ് പറയാം. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഇരുന്ന് എന്താ പറയുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ടൈം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. എന്താ IELTS-ന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ടായില്ല. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, +2 കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാ, നമുക്ക് അവർ മെറ്റീരിയൽ തരുന്നു, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് അവിടെ നിന്ന് സംബന്ധിച്ച് ഭയങ്കര യൂണിക്കായിട്ടാണ് തോന്നിയേക്കുന്നത്. ഇവിടെ റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് ലിസണിങ് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. റീഡിംഗ് ആണ് മെയിനായിട്ട് ഈ അക്കാദമിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റി. പിന്നെ എനിക്ക് റൈറ്റിങ്ങും അതുപോലെ തന്നെ കുറച്ച് ടഫായിരുന്നു. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എനിക്ക് കുറച്ച് ബാരിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാ മെൻറ്റേഴ്സ്, ഇപ്പം എൻ്റെ മിസ്സുമാരായിക്കോട്ടെ, ഞാൻ കുറേ സാറുമാരെ കണ്ടിട്ടുണ്ട്, കുറേ മിസ്സുമാരെ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്നുണ്ടായ ഒരിക്കലും അത് മറക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലി വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും സാറ് ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറ് അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ പഠിക്കണ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ റീഡിങ്ങിലായിക്കോട്ടെ, റൈറ്റിങ്ങിലായിക്കോട്ടെ, എനിക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് അത് ഓവർകം ചെയ്യാനായിട്ട്. സാർ എൻ്റെ കൂടെ തന്നെ എത്ര തവണ വേണമെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും സാറ് ഇതുവരെ എന്താ പറയുക, എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല, എത്ര തവണ നിന്നോട് പറയണം, അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ എനിക്ക് ബാഡ് എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല. സാർ എപ്പോഴും നിങ്ങൾക്ക് പറ്റാവുന്ന ചെയ്യും, ഒരിക്കലും നമ്മളെ പുഷ് ചെയ്യിപ്പിക്കില്ല. ഇത് ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, അങ്ങനെയൊന്നും പറയില്ല. ഇപ്പോഴും ഭയങ്കരമായിട്ട് കാമായിട്ട് ചില്ലായിട്ട്, ഇപ്പം എനിക്ക് പറ്റില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക്, ഇപ്പം നീ വേറെ ചെയ്യും, പറ്റും അങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല, പിന്നെ ഇവിടെ എന്ന് പറയുന്നത് സാറ് ശരിക്കും ഞങ്ങളുടെ അടുത്ത് ഒരു മെന്റർ ആയിട്ടില്ല നിന്നേക്കുന്നത്, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ നിന്നേക്കണേ.